ഹലോ, എല്ലാവർക്കും ട്രേഡിംഗ് ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ ടോപ്പിക്കുമായിട്ടാണ്. എല്ലാവരും കേട്ട് തഴഞ്ഞ ഒരു ടോപ്പിക്ക് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഷെയർ മാർക്കറ്റിൽ ലോസ് വരുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. എങ്കിലും ചില കോമൺ ഫാക്ടേഴ്സ് ഇവിടെ പറയണമെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് ഈ ഒരു ചെറിയ കാരണങ്ങൾ, ഒരു 4-5 കാരണങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ചെറുതായിട്ടുള്ള കോമൺ ഫാക്ടേഴ്സാണ്. നമ്മളെല്ലാവരും ട്രേഡ് ചെയ്യുന്നവരാണ്. എല്ലാവർക്കും ലോസ് ബുക്ക് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റും ബുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോസ് ബുക്ക് ചെയ്യുന്നവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നവരും ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോസ് തന്നെ ബുക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് നമ്മൾ പരിശോധിച്ചാൽ അവരിലെ അടങ്ങിയിരിക്കുന്ന ചില ഫാക്ടേഴ്സ്, അത് നമ്മൾ മാർക്കറ്റിനെ കുറിച്ചായാലും അതുപോലെ തന്നെ ഒരു ആളെ തന്നെ കുറ്റം പറയാനില്ല എങ്കിലും കൂടിയിട്ട് മാർക്കറ്റിൻ്റെ കണ്ടീഷനും എല്ലാ കണ്ടീഷനും അയാൾക്കെതിരെ വരുമ്പോഴാണ് അയാൾ ട്രേഡിങ്ങിൽ ലോസ് ബുക്ക് ചെയ്യാൻ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോസ് ബുക്ക് ചെയ്യാൻ തയ്യാറാവേണ്ടി വരുന്നത്. ഏതായാലും എന്തൊക്കെ കാരണങ്ങളാണ് ഒരാൾ മാർക്കറ്റിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങളെന്ന് നമുക്ക് ചെറുതായിട്ട് നോക്കാം. വലിയ കാരണങ്ങൾ, വലിയ എക്സ്പ്ലനേഷൻ അല്ല, എങ്കിലും ചെറിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് പരിചയപ്പെടാം. ഒന്ന്, മാർക്കറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സാണ്. മാർക്കറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സിൽ വരുന്നത് അൺഫേവറബിൾ മാർക്കറ്റ് 1, 2 വോളറ്റിലിറ്റി, 3 ലിക്വിഡിറ്റി ഇഷ്യൂസ്. ഈ 3 കാരണങ്ങളാണ് മാർക്കറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അതായത് ഒരാൾ ലോസ് ബുക്ക് ചെയ്യാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോസ് തന്നെയാണ് അയാൾ വരുത്തുന്നതെങ്കിൽ ഈ 3 കാരണങ്ങൾ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്കുണ്ടാവും. അതായത് ഒരു റാലി നടക്കുകയാണെങ്കിൽ, ഒരു ട്രെൻഡ് നടക്കുകയാണെങ്കിൽ, എപ്പോഴും ഒരു മുകളിലോട്ടാണ് ട്രെൻഡ് പോകുന്നതെങ്കിൽ അയാൾ എപ്പോഴും അതിനെ ഷോർട്ട് സെൽ ചെയ്യാൻ ശ്രമിക്കും. അതായത് ഒരു മുകളിലോട്ട് നല്ലൊരു ട്രെൻഡാണ് നിഫ്റ്റി ഇന്ന് കൊടുക്കുന്നതെങ്കിൽ അതിനെ ഒരു പകുതിയിൽ വെച്ച് അയാൾ എപ്പോഴും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഇപ്പോൾ ഇറങ്ങുന്ന ഒരു ഗാംബ്ലേഴ്സ് ഫാലസി പോലെ ഇപ്പോൾ ഇറങ്ങും എന്നുള്ള ഒരു മെൻറ്റാലിറ്റി അയാൾക്ക് വരികയും അങ്ങനെ അയാൾ ട്രെൻഡിനെതിരെ അയാൾ ട്രേഡ് എടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ. അതുപോലെ തന്നെ ഹൈ വോളറ്റിലിറ്റി ഉണ്ടാകുന്ന ദിവസങ്ങളിൽ ഒരാൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ ലോസ് ബുക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം അയാളുടെ സ്റ്റോപ്പ് ലോസുകൾ പെട്ടെന്ന് തന്നെ ഹിറ്റായി പോവുകയും അങ്ങനത്തെ കാരണങ്ങളും അതുപോലെ തന്നെ പ്രീമിയം പെട്ടെന്ന് തന്നെ കൂടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ട്രേഡ് എടുക്കുന്നവരും അയാൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 3 ലിക്വിഡിറ്റി ഇഷ്യൂസ്. അതായത് മാർക്കറ്റിൽ വേണ്ടത്ര ലിക്വിഡിറ്റി ഇല്ലാതെ ആൾക്കാർ വാങ്ങാനും വിൽക്കാനും ഓർഡറുകൾ ചെയ്യപ്പെടാത്ത അവസ്ഥയിൽ ഒരാൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി കുറഞ്ഞ ലോട്ടിലോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി കുറഞ്ഞ ഷെയറിലോ പോയിട്ട് ട്രേഡ് എടുത്താൽ അയാൾക്ക് ലോസ് ബുക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 2, മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ഫാക്ടേഴ്സാണ്. എന്താണ് ട്രേഡിംഗ് റിലേറ്റഡ് ഫാക്ടേഴ്സ്? പുവർ റിസ്ക് മാനേജ്മെൻറ്റ്. അതിൽ ഒന്നാമത് വരുന്നത് റിസ്ക് മാനേജ്മെൻറ്റ്. അതായത് റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെ സഹിക്കണം, നമുക്ക് വരുന്ന റിസ്കുകൾ, എത്ര ലോസ് നമ്മൾ എടുക്കണം, എത്ര പ്രോഫിറ്റ് എടുക്കണം, അതിനെക്കുറിച്ചുള്ള ഒരു മുൻധാരണ ഇല്ലാതെ വരുന്നതാണ് 1. 2, ഓവർ ട്രേഡിങ്. ഒരു ദിവസം കൂടുതൽ ആൾക്കാരും 90% ആൾക്കാരും ട്രേഡ് ചെയ്യുന്നവരിലും ആദ്യത്തെ 1-2 ട്രേഡിങ്ങിൽ നന്നായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ട്രേഡും കൂടി എടുക്കാം എന്നുള്ളൊരു ഒരു ചിന്തയിൽ നിന്ന് മൂന്നാമതായൊരു ട്രേഡ് എടുക്കുന്നതിലൂടെയാണ് കൂടുതലും ലോസ് ബുക്ക് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ട്രേഡിങ്ങിലും രണ്ടാമത്തെ ട്രേഡിങ്ങിലും പ്രോഫിറ്റ് ആയ ആൾക്ക് ഒരു ചിന്ത വരികയാണ്, ഒന്നുകൂടി ട്രേഡ് എടുക്കാം. അതാണ് ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 3-4 ട്രേഡ് എടുത്തിട്ട് അതിനെ വീണ്ടും അതുപോലെ തന്നെ കുറഞ്ഞ ലോസ് ഉണ്ടാക്കിയ ആൾ ഇതിനെ കയറാം എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് അയാൾ വീണ്ടും ട്രേഡ് എടുക്കുമ്പോൾ അയാൾക്ക് വീണ്ടും നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നു. ഇതാണ് ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻകറക്റ്റ് ട്രേഡ് ടൈമിംഗ്. അതായത് പെട്ടെന്ന് എപ്പോഴാണ് ഒരു സമയം, നമ്മുടെ മാർക്കറ്റിൽ നമുക്കറിയാം അതിരാവിലെ നല്ല വോളറ്റിലിറ്റിയും അതുപോലെ തന്നെ പ്രീമിയത്തിൻ്റെ ഹൈ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല കൂടുതലായിട്ട് പ്രീമിയം കൂടും, അതുപോലെ തന്നെ പ്രീമിയം കുറയും. ആ സമയത്തല്ലാതെ ഒരു അതല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്കൊക്കെ ആ ടൈമിലൊക്കെ മാർക്കറ്റ് ഒന്ന് ഡള്ളാവും. ആ ഡള്ളാവുന്ന സമയത്ത് പോയിട്ട് ട്രേഡ് എടുത്ത് അപ്പം ഓപ്പൺ ഇൻട്രസ്റ്റ് കുറഞ്ഞ ഇതിൽ പോയി എടുക്കും. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ലിക്വിഡിറ്റി ഉണ്ടാവില്ല. ലിക്വിഡിറ്റി ഇല്ലാത്ത സമയമൊക്കെ ആയിരിക്കും. കാരണം മാർക്കറ്റിൽ എല്ലാവരും ആക്റ്റീവ് ആവുന്ന സമയമല്ല അത്.
അപ്പോൾ അങ്ങനെയും അവർ പ്രോഫിറ്റ് ലോസ് ബുക്ക് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ് വരുന്നത്. എന്തുകൊണ്ട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ് നമ്മുടെ ട്രേഡിങ്ങിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്ന് പറയാൻ കാരണം, അതിൽ ഇമോഷണൽ ഡെസിഷൻ്റെ ഒന്നാമതായി വരുന്നത് ഇമോഷണൽ ഡെസിഷനാണ്. അതായത് നമുക്ക് പെട്ടെന്നുള്ള ഇപ്പം എനിക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്താൽ എനിക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റലി ടെക്നിക്കലി അനാലിസിസ് ചെയ്യാതെ ഇവിടുന്ന് താഴോട്ട് പോകും അല്ലെങ്കിൽ ഇവിടുന്ന് മേലോട്ട് പോകും എന്നുള്ള ഒരു സ്കാൽപ്പിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് അയാൾ പരീക്ഷിക്കുന്നതെങ്കിൽ കൂടുതലും ലോസ് വരാൻ അയാൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് വരുന്ന രണ്ടാമതാണ് ഗ്രീഡ് ആൻഡ് ഫിയർ. അതായത് പെട്ടെന്ന് വരുന്ന പേടി. അതായത് ഒരു ട്രേഡ് എടുക്കുമ്പോൾ അയാൾ അധികമായിട്ട് വിയർക്കുക, അതുപോലെ തന്നെ അധികമായിട്ട് അയാൾക്ക് മിടുപ്പ് കൂടുക, അതൊക്കെ അയാളെ പേടിയുടെ ഭാഗമാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ആവും. അപ്പോൾ ചെറിയൊരു അല്ലെങ്കിൽ വലിയൊരു ലോസിൽ അയാൾ ഇറങ്ങുകയും പിന്നെ അത് റീകവർ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് ആണെങ്കിൽ കൂടിയിട്ടും അയാൾ റീകവർ ചെയ്യാൻ കാത്തിരിക്കാതെ അയാളുടെ പേടിയുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ എക്സിറ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു ലോസ് അയാൾ വരുത്തി വെക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മൂന്നാമത്തതാണ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ. അതായത് എല്ലാ സ്ഥലത്തും പോയിട്ട് ട്രേഡ് എടുക്കുക. അവിടെ തോന്നുന്നു, ഇവിടെ തോന്നുന്നു, ഇവിടെ പോയി തോന്നുന്നു, ഫണ്ടമെൻ്റലി ടെക്നിക്കലൊന്നും അനലൈസ് ചെയ്യാതെ അതിൻ്റെ ഭാവി കാര്യങ്ങൾ നോക്കാതെ അല്ലെങ്കിൽ ന്യൂസുകളൊന്നും നോക്കാതെ എല്ലാ സ്ഥലത്തും പോയിട്ട് ട്രേഡ് എടുക്കുന്ന ഒരവസ്ഥയും നമുക്ക് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളാണ് ഒരാളെ ട്രേഡിൽ ലോസ് ആക്കാനുള്ള കാരണങ്ങൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനാണ് ഇത്. ട്രേഡിങ്ങിൽ എക്സ്പേർട്ടായിട്ടുള്ളവർക്കല്ല കൂടുതലും ഉപകാരപ്പെടുക ബിഗിനേഴ്സിനാണ്. ഈ ബിഗിനേഴ്സ് ഒന്നുകൂടി മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഒന്നുകൂടി പ്ലേ ചെയ്തിട്ട് കേൾക്കുക. കാരണം ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ 3-4 കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ മാർക്കറ്റിൽ സക്സസ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.